ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിനകത്തുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതം. അപ്പം നമ്മൾ നേരത്തെ രണ്ട് അൽഗോറിതംസ് പോളിഗൺ ഫില്ലിങ്ങിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ബൗണ്ടറി ഫില്ലും ഫ്ലഡ് ഫില്ലും അല്ലേ. അതിനുശേഷം ഇനി വരുന്നത് സ്കാൻ ലൈൻ പോളിഗൺ ഫില്ലിംഗ് അൽഗോറിതമാണ്. ഓക്കെ, അപ്പോൾ ഈ അൽഗോറിതം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോളിഗൺ ഫില്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരു പോളിഗനകത്ത് കളറിന് ഫില്ല് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോളിഗണെ കൺസിഡർ ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ഉള്ള ഡിസൈൻസ് ആവും, പക്ഷേ ലൈൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള ഒരു പോളിഗണെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള സ്കാൻ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിഗണിനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ്, ഇപ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോ പോയിന്റ് ഇങ്ങനെ എടുത്തെടുത്ത് ഏത് പോയിന്റിലാണോ ഇൻ്റർസെക്ഷൻ വരുന്നത് അത് നോട്ട് ചെയ്യുന്നു, അടുത്ത ഇൻ്റർസെക്ഷൻ നോട്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻ്റർസെക്ഷൻസ് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും കളർ, ബൗണ്ടറിയിൽ വേറൊരു കളർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി അല്ലാത്ത ഏതെങ്കിലും കളർ യൂസ് ചെയ്തിട്ട് അകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് പോളിഗൺ ഫില്ലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെത്തേഡ്, നോർമൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെപ്സ് ഇതാണ്. ഫസ്റ്റ്, ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ സ്കാൻ ലൈൻസ് വിത്ത് ഓൾ ദി എഡ്ജസ് ഓഫ് ദ പോളിഗൺ ഇസ് ഡൺ. ഓക്കെ, അപ്പം നമ്മുടെ പോളിഗണിനകത്തുള്ള എല്ലാ എഡ്ജസിൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിനെയും നമ്മൾ ഫൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ദേ ആർ സോർട്ടഡ്. എങ്ങനെ സോർട്ട് ചെയ്യുന്നത്, എക്സ് കോർഡിനേറ്റിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. വെച്ചാൽ എക്സ് കോർഡിനേറ്റിൽ ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിൻ്റെ പെയറുകളാക്കും. ഓക്കെ, കാരണം ഒരു പൊസിഷനിൽ നിന്ന് ഇപ്പം ഇങ്ങനെയൊന്നും ആണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ. ഓക്കെ, അപ്പം ഇത് സോർട്ട് ചെയ്ത് ഈ ഒരു പെയർ, ഇപ്പം 2 4 ആണെങ്കിൽ 2 4 ആയിരിക്കും നമ്മുടെ ആദ്യത്തെ പെയർ. അത് കഴിഞ്ഞ് അടുത്തത് നെക്സ്റ്റ് പെയർ. ഓക്കെ, അങ്ങനെ നമ്മൾ പെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സോർട്ട് ചെയ്തിട്ട് പോളിഗണെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദെൻ വാട്ട് യു ഡു ഈസ് മേക്ക് പെയർസ് ഓഫ് ഇൻ്റർസെക്ഷൻസ് ആൻഡ് ഫിൽ ഇൻ കളർ വിത്തിൻ ഓൾ ദി പിക്സൽസ് ഇൻസൈഡ് ദി പെയർ. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ളതിനെ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതേപോലെ ഇപ്പം ഇതവിടെ സ്കാൻ ലൈൻ ആണ്, YK+1 സ്കാൻ YK ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ടിൻ്റെ പേര് XK+1. അപ്പം X+1, YK+1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സസും അതേപോലെ YKസിൽ നമുക്ക് YK+1 അങ്ങനെ മേലോട്ടുള്ള സ്കാൻ ലൈൻസും, അങ്ങനെ പല സ്കാൻ ലൈൻസ് ആയിട്ട് മേലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, നമ്മുടെ പോളിഗണായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പൊസിഷൻസിനെ നമ്മൾ നോട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ പെയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു, കളർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഫോർ ഈച്ച് ക്രോസിംഗ് പോളിഗൺ ആർ ദെയർ സോർട്ടിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ദ കൊറസ്പോണ്ടിങ് ഫ്രെയിം ബഫർ പൊസിഷൻസ് ബിറ്റ്വീൻ ഈച്ച് ഇൻ്റർസെക്ഷൻ പെയർസ് ആർ സെറ്റ് ടു a specified color. ഓക്കെ, ദീസ് ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് ആർ ദെൻ സോർട്ടഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പം എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ 10 to 24 വരെയുള്ള കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ട്, 14 ഉണ്ട്, 18 ഉണ്ട്. അപ്പോൾ അതിനെ പെയർ ചെയ്യുമ്പം 10 14 അതേപോലെ 18 24. ഓക്കെ, ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ്, ആദ്യത്തെ ഇൻ്റർസെക്ഷൻ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർസെക്ഷൻ പോയിന്റ് വരെ ആയിരിക്കും അത് കളർ ചെയ്യുന്നത്, പിന്നെ അത് ചെയ്യത്തില്ല. ഇനി അടുത്ത ഇൻ്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുന്നത് വരെ അതൊന്നും കളർ ചെയ്യത്തില്ല, പിന്നെ അടുത്തത്. അങ്ങനെ ആയിരിക്കും ഈ പോളിഗൺ ഫില്ലിംഗ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ സിമ്പിളർ എക്സാമ്പിളാണിത്. ലിസ്റ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അതാണ് 8 12 16 20. സോർട്ടഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 18 16 12 16 20 ആയിട്ട് തന്നെ എഴുതും. എന്നിട്ട് പെയർ ആക്കി പിന്നെ നമ്മളത് കളർ ഫില്ല് ചെയ്തു. പക്ഷേ ഇതിന് ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ 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 വന്നു, ഇവിടെയാണ് സ്കാൻ ലൈൻ. ഓക്കെ, സ്കാൻ ലൈൻ ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ പോളിഗണിനകത്ത് നമുക്ക് എഡ്ജസും ഉണ്ട്, വേർട്ടസസും ഉണ്ട്. അറിയാമല്ലോ, വേർട്ടസസ് എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് ആണ്, ആ പോയിന്റുകളാണ് വേർട്ടസസ് എന്ന് പറയുന്നത്. ഇത് എഡ്ജ്. ഓക്കെ, അപ്പം നമുക്ക് വേർട്ടസസും ഉണ്ട്, എഡ്ജസും ഉണ്ട്. അപ്പം നമുക്ക് ഒരു വേർട്ടസ് എന്ന് പറയുന്നത്, ആക്ച്വലി ഒരു വേർട്ടസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി
നമ്മുടെ രണ്ട് എഡ്ജസ് വന്നു ചേരുന്ന സ്ഥലമാണ് അല്ലേ. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ ഒരു വേർട്ടസിൽ രണ്ട് പോയിന്റും ഉണ്ട്. ഈ ഒരു എഡ്ജിൻ്റെ പോയിന്റും ഉണ്ട്, ഈ ഒരു എഡ്ജിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റും ഉണ്ട്. അപ്പം ബേസിക്കലി ഒരു വേർട്ടസിന് രണ്ട് പോയിന്റ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വേർട്ടസസ് രണ്ട് കേസിൽ അങ്ങനെ വരാൻ പറ്റും. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പോയിന്റ് ഇങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ ലൈൻ എടുത്ത് ഇതൊരു വേർട്ടിസസിലാണ് നമ്മുടെ സ്കാൻ ലൈൻ നമ്മുടെ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര പോയിന്റുകൾ വരും? 1 2 3 അല്ലേ? 3 പോയിന്റ്സേ വന്നു. ഈ 3 പോയിന്റ്സ് വെച്ച് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോർമൽ കേസ് അനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ അൽഗോരിതത്തിന് പറയുന്നത് ഇവിടെ ഒരു പോയിന്റായിട്ടല്ല ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, 2 പോയിന്റായിട്ട് കൺസിഡർ ചെയ്യും. കാരണം എന്താ? ഇത് രണ്ട് എഡ്ജുകളുടെ വേർട്ടിസസ് ആണിത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ 2 പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, അപ്പം ടോട്ടലി 4 പോയിന്റ്സ് ആയി. ഓക്കെ, അപ്പം 1 to 2 പിന്നെ 2 to 3. അപ്പം 2 പോയിന്റ്, ഇതിനെ 2 വട്ടം കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, അതിൻ്റെ റീസൺ നമ്മൾ 2 എഡ്ജസ് ചേരുമ്പോഴാണ് ആ പോയിന്റ് വരുന്നത്. അപ്പോൾ ആ ഒരു വേർട്ടിസസിനെ നമ്മൾ ഒറ്റ പോയിന്റായിട്ട് എടുക്കുന്നതിന് പകരം 2 പോയിന്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും ഇഷ്യൂസ് വരും. ഇപ്പം ഇത് നോക്കിക്കേ, നമുക്ക് ഇപ്പം എവിടെയൊക്കെ ഒരു പോളിഗണിൻ്റെ വേർട്ടിസസും എഡ്ജസും നമ്മൾ നോക്കുമ്പോൾ വേർട്ടിസസിലാണ് ഇൻ്റർസെക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് സ്പെഷ്യൽ കേസസ് ആവശ്യം വരുന്നത്, ഇഷ്യൂ വരുന്നത്. അപ്പം ഇവിടെയും നമുക്ക് എന്ത് വരുന്നു? ഒരു വേർട്ടിസസിനകത്ത് വരുന്നു, ഇവിടെയും നമുക്കൊരു വേർട്ടിസസിനകത്ത് തട്ടുന്നുണ്ട്. അപ്പം ആദ്യത്തെ കേസിൽ വൈ ലൈനിൽ നമ്മൾ സ്കാൻ പോകുമ്പോൾ ഇൻ്റർസെക്ഷൻ നടത്തുമ്പോൾ അവിടെ 3 പോയിന്റ്സ് അല്ല എടുക്കുന്നത്, 4 പോയിന്റ്സ് തന്നെ എടുക്കും. കാരണം എന്താ? ഇപ്പം പറഞ്ഞ കേസ് അനുസരിച്ച് നമുക്ക് ഒന്നാമത്തെ ഇൻ്റർസെക്ഷൻ പോയിന്റ്, പിന്നെ രണ്ടാമത്തെ ഇൻ്റർസെക്ഷൻ പോയിന്റ്, മൂന്നാമത്തെ ഇൻ്റർസെക്ഷൻ പോയിന്റ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ എഡ്ജാണ് ഒരു സ്കാൻ ലൈനകത്ത് തട്ടിയേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ 1 പോയിന്റ് എടുത്തു. അടുത്തതൊരു വേർട്ടിസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ആയിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്നത്, അവിടെ 2 പോയിന്റ് എടുക്കും. പിന്നെ അടുത്തത് 1 പോയിന്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ടോട്ടലി 4 പോയിന്റ്സ് അവിടെ എടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ 4 പോയിന്റ് എടുക്കുമ്പോൾ അവിടുത്തെ പ്രശ്നം സോൾവ് ആയി, കുഴപ്പമില്ല. ഇനി അടുത്ത സ്കാൻ ലൈൻ നോക്കിയേ. അടുത്ത സ്കാൻ ലൈൻ അതേപോലെ ചെയ്യുമ്പോൾ ഇവിടെ 1 2 3 4 ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ട്. ഇനി അതിനകത്ത് ഒരെണ്ണം വേർട്ടിസ് ആയിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് ചെയ്തതുപോലാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, കാരണം 2 എഡ്ജസിൻ്റെയാണ് ആ ഒരു വേർട്ടസസ്. പിന്നെ 3, ഇത് അടുത്ത പോയിന്റ്, ഇത് അടുത്ത പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം എത്രയായി? 3 + 2 5 ആയി. അപ്പം ഇവിടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പം അങ്ങനത്തെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം ഇഷ്യൂ എന്താണ് പറഞ്ഞത്? ഇഷ്യൂ എന്ന് പറയുന്നത് വേർട്ടെക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സ്കാൻ ലൈൻ ഇൻ്റർസെക്ഷൻ വേർട്ടെക്സിലാണ് വന്ന് തട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 2 കേസസ് ആണ് വരുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇതാണ് കേസ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്കാൻ ലൈനകത്ത് ആ വേർട്ടെക്സ് ഇരിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ അതിനെ 2 പോയിന്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു? പെയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നത്. പെയർ ചെയ്യാൻ സാഹചര്യം വരുന്നത് നമുക്ക് കളർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടായിരിക്കത്തില്ല കളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കേസസ് ആയിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സ്കാൻ ലൈനിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് നമ്മുടെ എഡ്ജസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പം നമ്മുടെ സ്കാൻ ലൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ടാണ് നമ്മുടെ എഡ്ജസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഇവിടെ ഇപ്പോൾ 2 കേസുകളും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സ്കാൻ ലൈനിൽ ഇത് സ്കാൻ ലൈൻ Y', ഇത് Y. ഓക്കെ, ഇനി ആദ്യത്തിനകത്ത് നമ്മൾ ഇൻ്റർസെക്ട്സ് ആറ്റ്സ് ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് ഓൾദോ ഇറ്റ് പാസസ് ത്രൂ എ വെർട്ടെക്സ്. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് എത്ര ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്? 3 ഇൻ്റർസെക്ഷൻ. ഇവിടെ നമുക്ക് എത്ര ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്? 4 ഇൻ്റർസെക്ഷൻസ് വരുന്നുണ്ട്. ഇനി ഇൻ്റർസെക്ഷൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എത്ര പോയിന്റ്സ് കൺസിഡർ ചെയ്തു എന്നുള്ളത് സെക്കൻഡറി. അപ്പോൾ ബട്ട് വിത്ത് സ്കാൻ ലൈൻ Y it need to
ഡു സം അഡീഷണൽ പ്രോസസ്സിംഗ് ടു ഡിറ്റർമിൻ ദ കറക്റ്റ് ഇൻറ്റീരിയർ പോയിൻറ്റ്സ്. അപ്പോൾ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ പ്രോസസ്സിംഗ് ചെയ്യണം. അപ്പം 2 ഇൻ്റർസെക്റ്റിംഗ് എഡ്ജസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ കേസിൽ ഓപ്പോസിറ്റ് സൈഡ്സ്, രണ്ടാമത്തെ കേസിൽ സെയിം സൈഡ്സിൽ. ഓക്കെ, അപ്പം ഈ 2 കേസുകളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ കൗണ്ടിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ബോത്ത് ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ വെർട്ടെക്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ സ്കാൻ ലൈൻ കൺസിഡർ ഇറ്റ് ആസ് 2 പോയിൻറ്റ്സ്. മനസ്സിലായോ? ഇപ്പം ദാണ്ട് ഇത് നമ്മുടെ സ്കാൻ ലൈനിൻ്റെ മുകളിലായിട്ട് തന്നെ 2 എഡ്ജസും നമ്മുടെ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു പോയിന്റിനെ നമ്മൾ 2ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അത് കറക്റ്റ്. If the lines intersecting at the vertex are on the opposite sides of the scan line, consider it as only a single point. മനസ്സിലായോ? അപ്പം രണ്ടാമത്തെ കേസിൽ ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ സ്കാൻ ലൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കളർ ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ പോളിഗണെ. ഓക്കെ, അപ്പോൾ ഈ ഫോർ വൈ നമ്മുടെ ഇതിനകത്ത് കേസ് നോക്കിക്കോ. ഇവിടെ വൈ, ഇത് വൈ ഡാഷ്. അപ്പോൾ വൈയിൽ എഡ്ജസ് അറ്റ് ദ വെർട്ടീസസ് അറ്റ് ദ സെയിം സൈഡ്. അപ്പോൾ ഇവിടെ സെയിം സൈഡ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ 2 പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ടോട്ടലി 1 + 2 + 1 പോയിന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 1, 2 ഒന്നിച്ച് പെയർ ചെയ്യാം, അതേപോലെ 2, 1 ഒന്നിച്ച് പെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെനിക്ക് ആദ്യത്തെ സോൾവ് ആയി. രണ്ടാമത്തെ കേസിൽ കാര്യം എന്താ പറഞ്ഞത്? ഈ വെറാസ് ഫോർ വൈ ഡാഷ് ദി എഡ്ജസ് ഓൺ ദ ബോത്ത് സൈഡ്സ് ഓഫ് ദി വെർട്ടെക്സ്. അപ്പം ഇവിടുത്തെ വൈ ഡാഷിലെ റെഡ് കളർ നോക്കിയേ, അവിടെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സ്കാൻ ലൈൻസ്. അപ്പോൾ അവിടെ ഞാൻ ഒരു പോയിന്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 അവിടെയും 4 പോയിന്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞത്. 2 സൈഡ് ആണെങ്കിൽ വി ഹാവ് ടു കൗണ്ട് ഇറ്റ് ആസ് 1. സിംഗിൾ സൈഡ് ആണെങ്കിൽ അതിപ്പം നിങ്ങൾക്ക് ഇൻക്രീസിങ്ങിലാവാം, ഡിക്രീസിങ് ആവാം. മോണോട്ടോണിക്കലി ഇപ്പം ഇങ്ങനെയും പോവാം, മേലോട്ടുള്ള ഡയറക്ഷൻ. ഇപ്പോൾ ഒരു സ്കാൻ ലൈൻ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങനെയും പോവാം, അതേപോലെ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടും വരാം. എനി കേസസ് ഇത് രണ്ടും ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരു 2 അപ്പ് അല്ലെങ്കിൽ 2 ഇൻക്രീസിങ് വരുമ്പോൾ നമ്മൾ ഒരെണ്ണം ഇൻക്രീസിങ്, ഒരു അപ്പ് മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ 2 ഡൗൺ വരുമ്പോൾ ഒരു ഡൗൺ മാത്രമേ എടുക്കത്തുള്ളൂ. മറ്റേ കേസ് എന്ന് പറയുന്നത് 2, ഒരു അപ്പ് ഒരു ഡൗൺ. ഓക്കെ, ഒരു ഡൗണ് ഒരു അപ്പ്. അപ്പം ഒരു ഡൗണും ഒരു അപ്പും ആവുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ എഴുതും? ഒരെണ്ണം മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, 2ഉം കൺസിഡർ ചെയ്യണം. അതേപോലെ തിരിച്ചും വരാം. എന്താണ്, നമുക്ക് ഇവിടെയും അപ്പം ഡൗണും വരും, തിരിച്ച് താഴെ ആയെങ്കിലും അതേപോലെ തന്നെ. എല്ലാ കേസും ഒരു സൈഡിൽ മാത്രം കൺസിഡർ, ഒരു സൈഡിൽ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അപ്പും ഒരു ഡൗണും ആയിരിക്കും. എന്ന് വെച്ചാൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഓർ ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് വരും. ഓക്കെ, അങ്ങനത്തെ കേസിൽ നമ്മൾ 2 പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അല്ലാതെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കൗണ്ടായിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ആ പറഞ്ഞ കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇത് എൻഡ് പോയിന്റ്സ് വൈ വാല്യൂ ഓഫ് ദ 2 കോൺസിക്യൂട്ടീവ് എഡ്ജസ് മോണിറ്റർ, ഇത് തിയററ്റിക്കലായിട്ട് എഴുതിയിരിക്കുന്നതെന്നുള്ളൂ പറഞ്ഞ കാര്യം. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു ഡയഗ്രാം എടുക്കുമ്പം അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു പോളിഗൺ ഉണ്ടെങ്കിൽ ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ വേണം നമ്മൾ പോളിഗണിൻ്റെ പോയിന്റുകളെ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരേ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റ്സിനെ സെലക്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഒരേ സൈഡിലാണെങ്കിലും നമ്മൾ 2 പോയിന്റായിട്ട് എടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള കേസ്. അപ്പോൾ ആദ്യമേ ആ കാര്യം ഞാൻ ഒന്ന് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ചോദിക്കത്തില്ല, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഇറ്റ് വുഡ് ഐഡൻറ്റിഫൈ ദീസ് വെർട്ടിസസ് ബൈ ട്രേസിംഗ് അറൌണ്ട് ദ പോളിഗൺ ഐദർ ഇൻ ദ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് or counterclockwise, and observing the relative changes in the vertex y coordinate as move from one edge to the next. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞത് ഓപ്പോസിറ്റ് 2 edges are on opposite side, it need to count the middle vertex as a single
ഇൻ്റർസെക്ഷൻ. അപ്പം അവിടെ മിഡിൽ, ഇപ്പം നമ്മുടെ ഈ സ്കാൻ ലൈൻ്റെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ മിഡിൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്റായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. മറ്റേതെന്ന് പറയുന്നത് 2 points ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പം അത് തിയററ്റിക്കലായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഇപ്പം രണ്ടാമത്തെ കേസ് നമ്മൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ്, ഇതിപ്പം ഡിക്രീസിങ് സ്റ്റേജിലാണ്. ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സ്റ്റേജ്. ഈ 2 കേസിലായാലും ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി അതിനെ സോൾവ് ചെയ്യുന്നത്? ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ എങ്ങനെയാണ് ആക്ച്വലി അത് സോൾവ് ചെയ്യുന്നത്? അതിനെ നമ്മൾ എന്തായാലും 2 edges ആണ്. 2 edges എന്തായാലും ഒരു വേർട്ടെക്സിൽ കൊണ്ടുവരുമ്പോൾ അവിടെ എന്തായാലും ഒരു വേർട്ടെക്സ് അല്ല, 2 വേർട്ടെക്സ് കാണും അല്ലേ? ഹൗ ഇറ്റ് ഐഡൻറ്റിഫൈസ് ആൻഡ് സോൾവ്സ് എ പ്രോബ്ലം, അതിനെ പറയുന്ന പേരാണ് ഷോർട്ടനിങ്. എന്താണ് ഷോർട്ടനിങ് എന്ന് പറയും? എന്താണ് ഷോർട്ടനിങ്? ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്ത് സ്കാൻ ചെയ്ത് പോകുമ്പോൾ വാട്ട് ഇറ്റ് ഡസ് ഇറ്റ് എന്താ പറയുക, ഈ വൈ കോർഡിനേറ്റ്, ഓക്കെ, എൻഡ് പോയിന്റ്. ഇപ്പം നമ്മളിങ്ങനെ ഒരു പോയിന്റ് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. അപ്പം അതിന് മനസ്സിലായ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അവിടെ നമ്മൾ വേർട്ടെക്സസ് ഒരെണ്ണം മാത്രമായിട്ട് എടുക്കത്തുള്ളൂ, 2 വേർട്ടെക്സ് ആയിട്ട് എടുക്കത്തില്ല. എന്നിട്ട് ആ ലൈനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തും. എങ്ങനെ വരുത്തും? അതിൻ്റെ വൈ കോർഡിനേറ്റ് ഓഫ് ദി 2 edges increasing ആവുമ്പോൾ the y value of the upper end point of the current edge decreased by 1. Okay, ദാണ്ടേ the y value of the upper end point of the current edge is decreased by 1 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ പോവാ, ഓക്കെ, ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഇതിങ്ങനെ മീറ്റ് ചെയ്തിരിക്കുക. അപ്പം അതിനകത്ത് ഞാൻ അപ്പർ എൻഡ് പോയിന്റ് ഓഫ് ദി കറണ്ട് എഡ്ജ്, ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കറണ്ട് എഡ്ജിൻ്റെ അപ്പർ വൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതിനെ ഞാൻ ഒന്ന് ഷോർട്ടൻ ചെയ്ത് താഴോട്ടാക്കും. കണ്ടോ? ഇനി മേളിൽ നിന്ന് തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുക, താഴത്തെ വാല്യൂ ആണ്, താഴത്തെ ലൈനിൻ്റെ ഒരു പോയിന്റ് ആയിരിക്കും നമ്മൾ ഒന്ന് ഷോർട്ടൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം മേളിൽ നിന്ന് താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന എഡ്ജസ് ഇവിടെ നിന്നല്ലേ, അതിൻ്റെ നെക്സ്റ്റ് എഡ്ജിൻ്റെ ഒരു പോയിന്റ് താഴോട്ടിരിക്കും. ഓക്കെ, ദാണ്ടേ ഇത് ലോക്കൽ എക്സ്ട്രീമാന്ന് അതിന് പറയുന്നത്. അപ്പം 2 ഇൻ്റർസെക്ഷൻസ്, ഒന്നെങ്കിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ കേസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പർ വൈ പോയിന്റ്, നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പോയിന്റിനെ ഒന്ന് ഷോർട്ടൻ ചെയ്ത് താഴോട്ടാക്കും. തിരിച്ച് ഇങ്ങനെ വരുവാണെങ്കിൽ അത് ഈ വന്നുകൊണ്ടിരിക്കുന്ന എഡ്ജിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജ് അല്ലെങ്കിൽ നെക്സ്റ്റ് എഡ്ജ്, അതാണ് ഈ എഡ്ജ്, അതിൻ്റെ അപ്പർ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, അതിനെ ഒന്ന് ഷോർട്ടൻ ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞേക്കുന്ന 2 എക്സാമ്പിളാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ വരും. ഇപ്പം ബിഫോർ കേസ് ഇങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ കേസ് ഇങ്ങനെ ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ഷോർട്ടനിങ്. ഇത് ഇംപ്ലിമെൻറ്റേഷൻ പോർഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ എഡ്ജിനെ നമ്മൾ ഷോർട്ടൻ ചെയ്തിട്ട് 2 വേർട്ടെക്സ് എടുക്കുന്നതിന് പകരം ഒരു വേർട്ടെക്സ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി 2 സ്കാൻ ലൈൻ ബേസ്ഡ് പോളിഗൺ ഫില്ലിങ്ങിന് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് സ്കാൻ ലൈൻ കൊഹറൻസും എഡ്ജ് കൊഹറൻസും. അപ്പം രണ്ടും സൈമിൾട്ടേനിയസ്ലി നമ്മൾ പറയുവാണെങ്കിൽ ഒരു നോർമൽ ഒരേപോലെ നമുക്ക് മനസ്സിലാവുന്ന മെത്തേഡാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പാറ്റേൺ ഓഫ് പോളിഗൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സിമിലാരിറ്റി കാണും. ഓക്കെ, തമ്മിലുള്ള പോയിന്റ്സുകൾ തമ്മിലൊരു സിമിലാരിറ്റി കാണും. ബേസിക്കലി നമ്മളൊരു വലിയ പോളിഗൺ എടുക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു റാൻഡം പൊസിഷൻ അല്ല, പക്ഷെ അതിൻ്റെ തൊട്ട് പ്രീവിയസ് ആയ പൊസിഷനും തൊട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള പൊസിഷനും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ പോയിന്റിനെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി കൊഹിറൻസ് മെത്തേഡ് കൺവേ ചെയ്യുന്നത്. അതിനാണ് കൊഹിറൻസ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പം the values don't change much. വലിയ വേരിയേഷൻസ് വരത്തില്ല തൊട്ടടുത്ത പോയിന്റ്. ഇപ്പം നമ്മളിപ്പം എക്സ് എന്ന പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, ഇറ്റ് ഇസ് x+1 അല്ലേ. പ്രീവിയസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ x-1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ദീസ് പോയിന്റ്സ് ഇൻക്രിമെന്റൽ രീതിയിലായാലും എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് കാണും തൊട്ടടുത്ത വാല്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത എഡ്ജസ് ആയിട്ട്. അപ്പം ആ എഡ്ജസുകളെയും അല്ലെങ്കിൽ ആ ഒരു പോയിന്റുകളെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇത്രയൂടെ എളുപ്പമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനെയല്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടാം. അപ്പം ഈ ഒരു മെത്തേഡിൽ എല്ലാ സ്കാൻ ലൈനിലും നമ്മളിപ്പോൾ മറ്റേടത്ത് എല്ലാ സ്കാൻ ലൈനിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ് കാണുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. കാരണം ഒരു പോളിഗണിൽ ഇഷ്ടംപോലെ പിക്സൽ പൊസിഷൻസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സ്കാൻ ലൈൻസ് കാണും. ഓരോ സ്കാൻ ലൈനിൻ്റെ പൊസിഷൻസ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം.
അപ്പം നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് അതിൻ്റെ ഒരു സിമിലാരിറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിളിൻ്റെ സ്കാൻ ലൈൻസ് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതിന് ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ദർ ഇസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ഇറ്റ്. ഓക്കെ, നമ്മുടെ വൈ ഡിക്രിമെന്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, വൈയും എക്സും ഡിക്രിമെന്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വൈയും ഇൻക്രിമെന്റ് ചെയ്യുന്നു, എക്സ് ചെറുതായിട്ട് ഡിക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ഒരു സിമിലാരിറ്റി യൂസ് ചെയ്ത് അപ്പം ഇതിന്റെ ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്ത് നോക്കി, ആ ലൈനിന്റെ സ്ലോപ്പ് ഒന്ന് തന്നെ അല്ലേ, എവിടെയാണ് സ്ലോപ്പ് ഒന്ന് തന്നെയാണ് ആ ഒരു എഡ്ജിന്റെ. അപ്പം ഇങ്ങനത്തെ ഉള്ള കോമൺ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കാൽക്കുലേഷൻസ് കുറയ്ക്കാൻ വേണ്ടി കൊഹറൻസ് പ്രോപ്പർട്ടി ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർസെക്ഷൻസിന്റെ പ്രോപ്പർട്ടി ചെയ്യുക. അപ്പോൾ കൊഹറൻസ് ഈസ് സിംപ്ലി ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വൺ പാർട്ട് ഓഫ് എ സീൻ ആർ റിലേറ്റഡ് ടു സം അതർ പാർട്സ്. കൊഹറന്റ് മെത്തേഡ്സ് ഓഫൻ ഇൻവോൾവ് ഇൻക്രിമെന്റൽ കാൽക്കുലേഷൻസ്. ഓക്കെ, ഇൻക്രിമെന്റൽ കാൽക്കുലേഷൻസ് സക്സസീവ് ആയിട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ളതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സെറ്റ് ആൻ ഇൻക്രിമെന്റൽ കോർഡിനേറ്റ് കാൽക്കുലേഷൻസ് അലോങ് എനി എഡ്ജ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ എഡ്ജ് ഇസ് കോൺസ്റ്റന്റ് ഫ്രം വൺ സ്കാൻ ലൈൻ ടു ദ നെക്സ്റ്റ്. അപ്പം എഡ്ജസ് സ്ലോപ്പ് കറക്റ്റ് ആണെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു സോർട്ടഡ് എഡ്ജ് ടേബിൾ ആണ്. എന്താണ് ഒരു സോർട്ടഡ് എഡ്ജ് ടേബിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ ഇൻഫർമേഷൻസ്, ഒരു പോളിഗണെ പറ്റി അതിന് എത്ര ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഷോർട്ടൺ ചെയ്ത പോയിന്റ്സ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ടേബിളിനകത്താണ് നമ്മൾ കൺസിഡർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. Okay, so for a non-horizontal edges and entered into a sorted edge table, as the edges are processed, also shortened certain edges to resolve the vertex intersection problem. അപ്പം അതിനകത്ത് നമ്മൾ ആ ഒരു പോളിഗനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും വേർട്ടെക്സിൽ നമുക്ക് പോയിന്റിനെ റെഡ്യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ വേർട്ടെക്സ് ഒരെണ്ണം കുറച്ചായിരിക്കുമല്ലോ നമ്മൾ പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യമുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ സോർട്ടഡ് എഡ്ജ് ടേബിളിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ആ ഒരു ടേബിളിനകത്തുള്ളത്? നമുക്ക് ഇതിനെ പെർട്ടിക്കുലർ സ്കാൻ ലൈൻ ബക്കറ്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം കൂടി സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ മാക്സിമം വൈ വാല്യൂ എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിന്റെ മാക്സിമം വൈ വാല്യൂ, പിന്നെ വാല്യൂ ഓഫ് ദി എഡ്ജ്, പിന്നെ എക്സ് ഇന്റർസെപ്റ്റ് വാല്യൂ. ഓക്കെ, അതേപോലെ അതിന്റെ സ്ലോപ്പ്. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഫോർ ഈ സ്കാൻ ലൈൻ ദി എഡ്ജസ് ആർ സോർട്ടഡ് ഇൻ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഓർഡറിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സോർട്ടഡ് എഡ്ജ് ടേബിളിനകത്ത് ടിപ്പിക്കലി ഞാൻ ഈ പറഞ്ഞ കാര്യം, ദ എഡ്ജസ് ആർ സോർട്ടഡ് ഫ്രം വൈ മീൻ കോർഡിനേറ്റ് ആൻഡ് വിത്ത് എ സെപ്പറേറ്റ് വൈ ബക്കറ്റ് ഫോർ ഈച്ച് സ്കാൻ ലൈൻ. വിത്തിൻ ഈച്ച് ബക്കറ്റ് എഡ്ജസ് സോർട്ടഡ് ബൈ ഇൻക്രീസിങ് ഓഫ് എക്സ് ഓഫ് വൈ മീൻ പോയിന്റ്. ഓക്കെ, അപ്പം എഡ്ജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കണ്ട ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ ആ ഒരു സ്ട്രക്ചറിനകത്ത് ഉള്ളത്. ഓക്കെ, ഈ സോർട്ടഡ് എഡ്ജ് ടേബിളിനെ നമുക്ക് വേറൊരു പേരെന്ന് പറയാം, ആക്റ്റീവ് എഡ്ജ് ടേബിൾ എന്നും പറയാം. കാരണം ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി എഡ്ജസ് ബൈ ദി സ്കാൻ ലൈൻ അറ്റ് ദി കറന്റ് സ്റ്റേജ് ഓഫ് ഐട്രേഷൻ. നമ്മളിപ്പോൾ കറന്റ്ലി ആ ഇംപ്ലിമെന്റേഷൻ പോർഷനിൽ നടത്തുന്ന ഏത് ഐട്രേഷൻ ആണോ ആ സമയത്ത് ഏതൊക്കെ എഡ്ജസുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഈ ഒരു ടേബിളിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ആക്റ്റീവ് എഡ്ജ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് എഡ്ജസ് ആർ ആക്റ്റീവ് ഫോർ ദിസ് സ്കാൻ ലൈൻ. ഒരു പെർട്ടിക്കുലർ സ്കാൻ ലൈൻ, അപ്പം നമ്മൾ ഓരോ സ്കാൻ ലൈൻ്റെ ഒപ്പം ഐട്രേഷൻസ് എത്ര സ്കാൻ ലൈൻ ഉണ്ടോ അത്രയും ഐട്രേഷൻസ് നടത്തും. അപ്പം കറന്റ്ലി ഉള്ള ഒരു സ്കാൻ ലൈനിന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അതെല്ലാം ആ ഒരു ലൈനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ആക്റ്റീവ് എഡ്ജ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ ഇതാണ്ടേ. ഇപ്പം ഇവിടെ എല്ലാ സ്കാൻ ലൈൻസ് ഉണ്ടല്ലോ. ഞാനൊരു സിമ്പിൾ ലൈൻ എടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എല്ലാ സ്കാൻ ലൈൻസ് ഉണ്ട്. ഇങ്ങനെ സ്കാൻ ലൈൻ ഉണ്ട്, ഇവിടെ സ്കാൻ ലൈൻ ഉണ്ട്, ഇവിടെ സ്കാൻ ലൈൻ ഉണ്ട്, ഇവിടെ സ്കാൻ ലൈൻ ഉണ്ട്, ഇവിടെ ഇങ്ങനെ എല്ലാ സ്കാൻ ലൈൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ ഇപ്പം വൈ സി, ഇപ്പം ഇതെന്ന് പറയുന്നത് വൈ സി സ്കാൻ ലൈനാണ്. ഇത് വൈ ബി സ്കാൻ ലൈനാണ്. ഇത് വൈ എ. ഓക്കെ, എന്നുവെച്ചാൽ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഓക്കെ, ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് എഴുതിയത്. അപ്പം ഇതിനെയാണ് സോർട്ടഡ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ വൈ സി എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, വൈ സി കൺസിഡർ ചെയ്തേ. ഈ വൈ സി പോയിന്റ് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞേക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ട് എന്താ പറഞ്ഞ ഇവിടെ
നമ്മൾ വൈ മാക്സ് പൊസിഷൻ കണ്ടോ, വൈ മാക്സ് പൊസിഷൻ, എക്സ് മിൻ പൊസിഷൻ, പിന്നെ സ്ലോപ്പ്, പിന്നെ പോയിന്റർ. ഓക്കെ, ഇത്രയും പൊസിഷനാണ് നമുക്ക് ഒരു സ്കാൻ ലൈനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണ്ടുന്നത് ഈ ടേബിളിൽ. അപ്പം ഇപ്പോൾ വൈ സിയുടെ സ്കാൻ ലൈൻ ആണ് കൺസിഡർ ചെയ്ത് ഈ ഒരു സ്കാൻ ലൈൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം വൈ ബി ആണ്. വൈ ബി എന്ന് പറയുമ്പോൾ ഈ ഒരു എഡ്ജ്, ഈ എഡ്ജിൻ്റെ മാക്സിമം വൈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അതാണ് വൈ ബി. അതിൻ്റെ മിനിമം എക്സ് പോയിന്റ് എന്ന് പറയുന്നത് ഇതല്ലേ, എക്സ് സി. പിന്നെ ഈ ലൈൻ്റെ സ്ലോപ്പ് y/m/bc. അപ്പം x1 x2 y1 y2 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. അതിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് സ്ലോപ്പാണ് എടുക്കുന്നത്. അപ്പം ഇൻവേഴ്സ് ഓഫ് സ്ലോപ്പും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈ സിയുടെ ഇൻഫർമേഷനായി അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയാൽ അതേപോലെ നമ്മളിങ്ങനെ ചെയ്യുമ്പം ഈ ഒരു ഷോർട്ടൻഡ് ആയിട്ടുള്ള പോയിന്റ് കണ്ടോ, ഇവിടെ നമ്മൾ ഷോർട്ടൺ ചെയ്തിട്ടാണ് C ആ ഷോർട്ടൺ ചെയ്ത പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി വൈ എ പൊസിഷൻ നിങ്ങൾ നോക്കിയേ, വൈ എ പൊസിഷൻ അവിടെ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റ്, ഇപ്പം 2 പോയിന്റ് ഉണ്ട്, ഇവിടെയുണ്ട് അല്ലേ. അപ്പം അതിനകത്തുള്ള ആ ഒരു ലൈനിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ്. അപ്പം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പം ഈ ഒരു എഡ്ജാണ് എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ വൈ മാക്സ് എന്ന് പറയുന്നത് ഇതാണ് വൈ ഇ. എക്സ് മിൻ എന്ന് പറയുന്നത് എക്സ് എ. പിന്നെ ഈ ഒരു ലൈനിൻ്റെ ഇൻവേഴ്സ് സ്ലോപ്പ്, ഓക്കെ, എം ഓഫ് എ ഇയുടെ ഇൻവേഴ്സ്. പിന്നെ അതിൻ്റെ കൂടെ പോയിന്റർ, എന്തിൻ്റെ പോയിന്റർ, അതിൻ്റെ ആ ഒരു പോയിന്റുമായിട്ട് വേറെ ഏതൊക്കെ ലൈനായിട്ട് ബന്ധമുണ്ട്. അപ്പം ഈ ലൈനുണ്ട്. ഈ ലൈൻ ആകുമ്പം അതിൻ്റെ വൈ മാക്സ് വൈ ബി, എക്സ് മിന്ന് എക്സ് എ, പിന്നെ ഇതിൻ്റെ സ്ലോപ്പ്. അതിനെ നമ്മൾ അപ്പം ഇനി വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ പോയിന്റ്. അങ്ങനെ ഓരോ സ്കാൻ ലൈനിനും അതിൻ്റെതായ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, പക്ഷേ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.